ലോക ഫുട്ബോളിൽ ഇത്രയും തിരിച്ചടികൾ നേരിട്ടിട്ടുള്ള ഒരു ഫുട്ബോൾ താരം ഉണ്ടാവില്ല. അത് എവിടങ്ങൾ നോക്കിയാലും നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കില്ല. നമുക്കറിയാം, ഫുട്ബോളിൽ ഒരുപാട് പരിക്ക് പറ്റിയിട്ടുള്ള ആൾക്കാരുണ്ട്, ഒരുപാട് പരിക്ക് പറ്റി കരിയർ തകർന്നു പോയിട്ടുള്ള ആൾക്കാരുണ്ട്. പക്ഷേ അവരൊക്കെ എന്ന് പറയുന്നത് ഇത്രമേൽ പേരെടുത്തിട്ടുള്ള ഒരു കളിക്കാരനല്ല. ഇന്ന് തൻ്റെ ചെറുപ്പത്തിൽ തന്നെ വലിയ പേരെടുക്കുകയും ഫുട്ബോൾ തന്ത്രജ്ഞന്മാരും ഫുട്ബോൾ നിരീക്ഷകന്മാരും ഒരുപാട് പേര് ലോകം ഭരിക്കാൻ പോകുന്ന ഒരു ഫുട്ബോളർ ആവും എന്ന് പറഞ്ഞ് കൊതിപ്പിക്കുകയും ചെയ്ത് അവസാനം തൻ്റെ കരിയറിൽ ഇത്രത്തോളം ഫുട്ബോൾ മാച്ചുകളെ മിസ് ചെയ്യാനായിട്ട് പറ്റിയ ഒരു കളിക്കാരൻ ലോകത്തില്ല എന്നുള്ളത് ഒരു വാസ്തവമായിട്ടുള്ള സത്യമാണ്. പരിക്ക് എന്ന് പറയുന്ന വില്ലൻ ഇത്രമേൽ പിടിച്ചമർത്തപ്പെട്ടിട്ടുള്ള ഒരു ഫുട്ബോൾ താരമില്ല എന്നുള്ളതും ഒരു പരമാർത്ഥമായിട്ടുള്ള സത്യമാണ്. ഇപ്പോൾ ഈ കോപ്പ അമേരിക്കൻ്റെ ബ്രസീൽ സ്ക്വാഡും പ്രഖ്യാപിച്ചു കഴിഞ്ഞു. സ്വാഭാവികം സ്ക്വാഡിൽ എല്ലാവരും നോക്കുന്നത് നെയ്മർ ഉണ്ടോ എന്നുള്ളതാണ്. നെയ്മറിന് ആ സ്ക്വാഡിൽ നമുക്ക് ആർക്കും കാണാനായിട്ട് പറ്റണില്ല. അതിൻ്റെ പ്രധാന കാരണം ഇഞ്ചുറി തന്നെയാണ്. നെയ്മറിനെ സംബന്ധിച്ചിടത്തോളം കോപ്പ അമേരിക്ക അല്ലെങ്കിൽ ബാക്കിയുള്ള എല്ലാ കളികളും നെയ്മർ നമുക്ക് നല്ല രീതിയിൽ മിസ്സാവുന്നുണ്ട്. ഇപ്പോൾ ബ്രസീൽ ഫാൻസിനെ സംബന്ധിച്ചിടത്തോളം അവരേറ്റവും കൂടുതൽ മിസ് ചെയ്യുന്നത് നെയ്മറിനെ തന്നെയാണ്. എത്ര വലിയ താരങ്ങൾ, ഇപ്പോൾ വിനീഷ്യസിനെ പോലെയുള്ള താരങ്ങൾ കളിക്കളത്തിൽ ഉണ്ടെന്നുണ്ടെങ്കിലും നെയ്മർ ഇല്ല എന്നുണ്ടെങ്കിൽ ബ്രസീൽ ഫാൻസിന് ഒരു തിരിച്ചടി തന്നെയാണ്. അതൊരു ബ്രസീൽ ഫാൻ ആയെന്ന നിലയിൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറയേണ്ട ഒരു കാര്യം കൂടിയാണ്. പരിക്കുകൾ വില്ലനായ ഒരുപാട് താരങ്ങൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. പക്ഷേ ഇത്രമേൽ പരിക്ക് വില്ലനായിട്ട് കളികൾ മിസ്സാവാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് നെയ്മറിനെ മാത്രമേ നമുക്ക് കാണാനായിട്ട് സാധിക്കുള്ളൂ. 2015 എന്ന് പറയേണ്ട വർഷം ആർക്കും മറക്കാൻ പറ്റൂല. ഒരു നെയ്മർ ഉണ്ടായിന് ആ കാലത്ത്. ബാർസലോണയിൽ ഇങ്ങനെ വെട്ടി തിളങ്ങി നിൽക്കണ നെയ്മർ. ഇന്ന് ഒരു നെയ്മർ ആരാധകനെന്നല്ല, ഒരു ഫുട്ബോൾ ആരാധകനും മറക്കാൻ സാധിക്കില്ല. കാരണം അത്രമേൽ യൂറോപ്യൻ വമ്പന്മാരൊക്കെ തൻ്റെ കാലിൽ വീണിപ്പിച്ചിട്ടുള്ള ഒരു കളിക്കാരനാണ് നെയ്മർ എന്ന് പറയേണ്ട കളിക്കാരൻ. അന്ന് മെസ്സിയും സുവാരസും നെയ്മറും കൂടി ഉണ്ടാക്കിയൊരു ഓളുണ്ട്. അതിൽ നെയ്മർ കാണിച്ചു കൂട്ടിയ ദൃശ്യങ്ങളൊക്കെ ഇപ്പോഴും മുഖത്തിങ്ങനെ മാഞ്ഞെടുക്കുകയാണ്. ഇപ്പോഴും ഫുട്ബോൾ വീഡിയോ ഒക്കെ കാണണമെന്നുണ്ടെങ്കിൽ യൂട്യൂബിൽ നെയ്മർ ഡ്രിബിളിങ് അല്ലെങ്കിൽ നെയ്മർ സ്കില്ല് അങ്ങനെയൊക്കെ അടിക്കുന്ന ആൾക്കാരുണ്ട് എന്നുള്ളതാണ്. ഇപ്പോഴത്തെ ജനറേഷന് പറഞ്ഞാൽ മനസ്സിലാവുമെന്ന് അറിയില്ല. കാരണം അത്രക്കും നെയ്മർ നമ്മളെ സ്വാധീനിച്ചിട്ടുണ്ട്. എതിരാളികളെ തൻ്റെ മുമ്പിൽ കൈ കൂപ്പി നിന്ന നിമിഷങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. എത്ര കെട്ടുറപ്പുള്ള ഡിഫൻസ് കോട്ട പോലും പൊളിച്ചെയ്തുന്ന ഒരു നെയ്മറിനെ നമ്മൾ കണ്ടിട്ടുണ്ട്. എന്തോ ഒരു സുന്ദരമായിട്ടുള്ള കളിയായിരുന്നു നെയ്മറിൻ്റെ കാലിൽ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. നല്ലൊരു ഫുട്ബോളായിരുന്നു നെയ്മർ താരം ലോകത്തിന് സമ്മാനിച്ചിട്ടുള്ളത്. ലോകത്ത് ലിയണൽ മെസ്സിക്കും CR7 ശേഷം പിന്നെ ആര് എന്ന ചോദ്യത്തിന് ഇന്ന് പല പേരും ഉയർന്നു വരുന്നത് നമുക്ക് കാണാം. ഇന്ന് ഉയർന്നു വരുന്നതിനൊക്കെ മുമ്പ് ഇവരൊക്കെ പ്രൈം ടൈമിൽ നിൽക്കുമ്പോൾ, അതായത് ലിയണൽ മെസ്സി ആ ഒരു ബാർസലോണയിൽ തിളങ്ങി നിൽക്കുമ്പോൾ, മറുഭാഗത്ത് ക്രിസ്ത്യാനോ റൊണാൾഡോ റിയൽ മാഡ്രിഡ് തിളങ്ങി നിൽക്കുമ്പോൾ കിടപിടിക്കാനുണ്ടായിട്ടുള്ള ഒരു പ്ലെയർ എന്ന് പറയുന്നത് നെയ്മറാണ്. ബാലൻഡിയോറിൻ്റെ ലിസ്റ്റിലോ അല്ലെങ്കിൽ ബാക്കിയുള്ള കണക്കിലോ ഒന്നും നമുക്ക് എടുത്തു പറയാനില്ല. പക്ഷേ കളി കാണുമ്പോൾ അത് ഏതൊരു ഫുട്ബോൾ ആരാധകരെ സംബന്ധിച്ചിടത്തോളം മെസ്സിയും റൊണാൾഡോയും കഴിഞ്ഞു കഴിഞ്ഞാൽ ഓൾക്ക് നെയ്മറേ ഉണ്ടായിട്ടുള്ളൂ. ഇന്ന് പലർക്കും അംഗീകരിക്കാനായിട്ട് കഴിയൂല എന്നുള്ളതാണ് ഈ ഒരു കാര്യം. നെയ്മറിൻ്റെ സ്കില്ലൊന്നും ഒരാളും മറക്കാനായിട്ട് സാധ്യതയില്ല. നമ്മളൊക്കെ പണ്ട് കണ്ടം കളിക്കായിട്ട് പോകുമ്പോൾ കാലിൽ പന്തുണ്ട് എന്നുണ്ടെങ്കിൽ കണ്ടട്ടാ നെയ്മറിനെ ഇന്ന് നെയ്മറിനെ കണ്ടോണ്ടി എന്നൊക്കെ പറയും. അതിൻ്റെ പ്രധാന കാരണം എന്താ അറിയോ? നമ്മളൊക്കെ സ്കില്ലെടുത്ത് കളിക്കുന്നു, നമ്മളാണ്ട് പറഞ്ഞു പോവാണ്. ഡ്രിബ്ലിങ്, അജാതി ഡ്രിബ്ലിങ് ആയിരുന്നു നെയ്മറിൻ്റെ കാലിൽ നിന്ന് വരിക. മത്സരം കാണാൻ തന്നെ വല്ലാത്തൊരു മൊഞ്ചായിരുന്നു. അതിനിപ്പോൾ ബാർസലോണയിൽ നിന്ന് PSG പോയ നെയ്മറിൻ്റെ കളി കാണാനും എല്ലാവർക്കും ഒരു മൊഞ്ചനായിരുന്നു. ഭയങ്കര രസമായിരുന്നു നെയ്മറിൻ്റെ ഫുട്ബോൾ കാണാൻ. കാലിൽ നിന്നും ഇങ്ങനെ കളി ഇങ്ങനെ മെയ്യുന്നത് കാണാനൊക്കെ വല്ലാത്തൊരു രസമായിനി. ലോക ഫുട്ബോളിൻ്റെ രാജാധിപന്മാരാണ് ബ്രസീൽ എന്ന് പറയേണ്ടത്. ഓരോ കാലഘട്ടത്തിലും ഓരോ താരങ്ങളെ അവർ മൈതാനത്തേക്ക് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ പെലെ മുതൽ വിനീഷ്യസ് വരെ. ഇനിയിപ്പോൾ വിനീഷ്യസിൻ്റെ ശേഷവും എൻട്രിക്ക് പോലെയുള്ള താരങ്ങളും ബ്രസീലിൽ നിന്നും ലോക ഫുട്ബോളിലേക്ക് കരകയറി വരുന്നുണ്ട്. ഇപ്പോൾ റൊണാൾഡോ നസാരിയോ, റോബർട്ടോ കാർലോസ്, കഫു, അതുപോലെ കക്ക, റൊണാൾഡീഞ്ഞോ, ഇവർ ഗരിഞ്ച, പെലെ, കുറേ ആൾക്കാർ, ഇതൊക്കെ ബ്രസീൽ സമ്മാനിച്ചിട്ടുള്ളതാണ് ലോക ഫുട്ബോളിന്. ആ ഒരു നിലയിലുള്ള ഒരു കളിക്കാരൻ തന്നെയാണ് നെയ്മർ എന്ന് പറയേണ്ട കളിക്കാരൻ. പക്ഷേ ഇവരെ പോലെയൊന്നും അല്ല നെയ്മറിൻ്റെ ഹിസ്റ്ററി എന്ന് പറയുമ്പോൾ. പലരും ബാലൻഡിയോർ നേടി. ഇപ്പോൾ റൊണാൾഡോ നസാരിയൊക്കെ ബാലൻഡിയോർ നേടിയിട്ട് പരിക്ക് പറ്റിയിട്ട് കളി ഉപേക്ഷിച്ച് പോയ ഒരാളാണ്. റൊണാൾഡിഞ്ഞയും കുറേ കാലം അങ്ങനെയാണ്. പക്ഷേ ഒരു ബാലൻഡിയോർ പോലും നേടാൻ കഴിയാതെ, അതായത് തൻ്റെ സ്കില്ലുകളൊക്കെ അത്രയും ആരാധകരെ സുഖിപ്പിച്ചിട്ടും എനിക്ക് വേണ്ട ബഹുമതികൾ കിട്ടാതെ ഒരുപാട് പരിക്കുകൾ മാത്രം വന്നടിഞ്ഞിട്ടുള്ള ഒരു കളിക്കാരൻ എന്ന് പറയുന്നത് നെയ്മറാണ്. ഇന്ന് ഈ ഒരു കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ പരിക്ക് നേരിട്ടിട്ടുള്ള ഒരു കളിക്കാരൻ തന്നെയാണ് നെയ്മർ. വിനീഷ്യസ് ജൂനിയർ എന്ന് പറയേണ്ട ബ്രസീലിൻ്റെ കളിക്കാരുണ്ട്. ഇന്നത്തെ പാലും കുപ്പി ഫാൻസ് വിനീഷ്യസിനെയും നെയ്മറിനെയും വെച്ചിട്ട് കമ്പയർ ചെയ്യാൻ വരും.
അതൊക്കെ സത്യം പറയുകയാണെന്നുണ്ടെങ്കിൽ അതൊക്കെ പാലും വെള്ളം കുടിച്ചെടുക്കണ ഫാൻസിൻ്റെ ഒരു കമ്പയറിംഗ് ആണ്. ഒന്നില്ലെങ്കിലും 24-ാം വയസ്സിൽ തന്നെ ബ്രസീലിൻ്റെ സുൽത്താൻ എന്ന് പേരെടുത്തിട്ടുള്ള കളിക്കാരനാണ് നെയ്മർ എന്നൊക്കെ പറയുന്നത്. നിങ്ങളിപ്പോൾ ഇന്ന് വിനീഷ്യസുമായിട്ട് കമ്പയർ ചെയ്യാൻ, വിനീഷ്യസ് നല്ല പ്ലെയറാണ്, അല്ലാതൊന്നും പറയണില്ല. പക്ഷേ വിനീഷ്യസിനായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നെയ്മറിന് ഇന്നിപ്പോൾ നിങ്ങൾ കാണേണ്ട നെയ്മറിനല്ല ശരിക്ക് ഞങ്ങളൊന്നും കണ്ടിട്ടുള്ളത്. അത്രമേൽ ആരാധകരെ സംതൃപ്തിപ്പെടുത്തിയിട്ടുള്ളൊരു കളിക്കാരനാണ് നെയ്മർ എന്ന് പറയേണ്ടത്. പലതരത്തിലുള്ള പരിക്കുകളാണ് നെയ്മറിൻ്റെ കരിയറിൽ വന്നു പോയത്. നിർഭാഗ്യം എന്നൊക്കെ പറയാൻ ഇത്രമേൽ ഒരു താരം ഉണ്ടാവില്ല നമ്മളെ മുമ്പിൽ. എന്താണ് ഈ ഒരു നിർഭാഗ്യത്തിനൊരു മീനിങ് എന്ന് ചോദിച്ചാൽ അതിന് നെയ്മർ എന്ന് നമുക്ക് ചൂണ്ടിക്കാണിച്ചാനായിട്ട് പറ്റും. മെസ്സി MLS-ലേക്കും ക്രിസ്ത്യാനോ റൊണാൾഡോ സൗദിയിലേക്കും പോയപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഫുട്ബോൾ ആരാധകർക്ക് ഒരുപാട് ചർച്ചകൾ ഉണ്ടായിരുന്നു. അതായത് വയസ്സായില്ലേ, ഇനി കരിയർ നിർത്താനായില്ലേ, അപ്പോൾ അവസാനമായിട്ട് അവിടെ പോയി കളിച്ചോട്ടെ എന്ന് പറയുമ്പോൾ ഒരു കണക്കുകൂട്ടലൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ നെയ്മർ സൗദിയിലേക്ക് പോയപ്പോൾ സത്യം പറഞ്ഞാൽ ഫുട്ബോൾ ആരാധകൻ എന്നുള്ള നിലയിൽ ആർക്കും അത് സഹിച്ചിട്ടുണ്ടാവില്ല. കാരണം നേട്ടങ്ങൾ ഒരുപാട് നേടാനുണ്ടായിട്ടും ഒരുപാട് കാര്യങ്ങൾ നേടാനായിട്ട് അയാൾ സൗദിയിലേക്ക് പോയത് ചിലപ്പോൾ അയാളെ കരിയർ അവസാനിപ്പിക്കാനായിട്ടായിരിക്കും. എല്ലാം പരിക്ക് എന്ന വില്ലന് മാത്രം സമർപ്പിക്കാനേ പറ്റുള്ളൂ. ഇന്ന് കോപ്പ അമേരിക്കൻ്റെ സ്ക്വാഡിൽ നെയ്മർ ഇല്ല എന്ന് പറയുന്നത് ഒരു ബ്രസീൽ ആരാധകനെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ടെൻഷൻ അടിപ്പിക്കുന്ന ഒരു സംഭവം തന്നെയാണ്.